ബത്തേരി വരെ വന്നപ്പം പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഗുണ്ടൽപേട്ടിലേക്കുള്ള ഈ യാത്ര. തീരുമാനം എടുത്തപ്പോൾ തന്നെ 3 മണി ആയതുകൊണ്ട് ഓടിച്ചിട്ടൊരു യാത്രയാണിത്. മെയിൻ റോഡിൽ നിന്ന് മാറി ഉൾഗ്രാമങ്ങളിലെ മനോഹര കാഴ്ചകൾ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എടുത്തതാണ്. മുഴുവനും കാണാൻ ശ്രമിക്കണേ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ വീടുകളാണ്. അടുപ്പിച്ചടുപ്പിച്ച് വീട് പണിതിട്ടത് കാണുമ്പോൾ സ്ഥലമില്ലാഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. 10ഉം 20ഉം ഒക്കെ ഏക്കർ ഉള്ളവരാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ്. ഒരു കണക്കിന് ഇത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഒന്ന് കാണാനും സംസാരിക്കാനും അയൽവാസിയെ കാണാൻ എത്ര നടക്കണം. മേയാൻ കൊണ്ടുപോയ ആടുകളെ കൂട്ടിൽ കയറ്റാറായി. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയുമോ? ആട്ടിടയും വിളിക്കുമ്പം കൂടെ പോകാൻ കഴുത്തിൽ കയറിന്റെ ഒരാവശ്യവും. പുറകെ എല്ലാവരും നടന്ന് നീങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചെണ്ടുമല്ലിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്തിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഞങ്ങൾ ഇച്ചിരി ഉള്ളിലേക്ക് വന്നതാണ്. കാരണം റോഡ് സൈഡിലെല്ലാം തന്നെ ഒരുപാട് ആളുകളുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക്, ഉൾഗ്രാമങ്ങളിലാവുമ്പം ആളുകൾ വരുന്ന തിരക്ക് കുറവുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചെണ്ടുമല്ലിയാണ് ഉള്ളത്. സൂര്യകാന്തി എല്ലാം തന്നെ ഏകദേശം കൊഴിഞ്ഞ് തീരാറായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രാമത്തിന്റെ പേരും ഇവിടുത്തെ ഒന്നേകോനള്ളി. ഇവിടുത്തെ ഗ്രാമത്തിന്റെ പേര് ഈ അമ്മച്ചി പറയൂ. എന്താ ഒന്നേകോനള്ളി, അതാണ് ഗ്രാമത്തിന്റെ പേര്. എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പൊ ഇതെത്ര നാളായി ഇതിപ്പം വിത്ത് പാകി ഇത്രയായിട്ട്? ഇപ്പൊ വിറ്റിട്ടോ ഇപ്പൊ 3 മാസമായി. 3 മാസം ആകുമ്പോഴത്തേനും നിറച്ച് പൂക്കളായിട്ടുണ്ടാവും അല്ലേ? ഇത് വിളവെടുക്കുന്നതോ ഇപ്പൊ ഇന്ന് 1 മാസം. 1 മാസം കൂടി ഒന്നിച്ച് ഒറ്റ പറിക്കല പൂവ് എല്ലാം പറിക്കും. ഇത് ഓണത്തിനാണോ അതോ അല്ലാതെ? ഇല്ല, ഓണത്തിക്ക് ഇപ്പൊ ഇതിക്ക് പറിച്ച് കൊടുക്കണം. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പെയിന്റ് കമ്പനികൾ കൊണ്ടുപോകാറുണ്ട്. കമ്പനിക്ക് ഇപ്പൊ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1 മാസം ഇന്നോ ഫുള്ള് കമ്പനിക്ക് പോകുന്നത്. ഇപ്പൊ ഓണക്ക് എല്ലാരും കേരളക്കാരും പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൊടുക്കാനൊക്കെ വരും. നാളെ ഇല്ല, മറ്റേ നാളെ അത് ആള് കൊണ്ടുവരും പറിക്കണേ. തുടങ്ങിയ പിന്നെ 7 മണിക്ക് നിൽക്കും. 7 മണി വരെ ആൾക്കാർ. കൂടുതലും മലയാളികളായിരിക്കും അല്ലേ വരുന്നത്? എല്ലാം മലയാളിക്കാർ. പിന്നെ ഇതിന്റെ ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളിലുണ്ടോ പാടങ്ങള്? അതെയോ ഉള്ളിലേക്കുണ്ട് ഒരുപാട് സ്ഥലങ്ങളില്. ഇച്ചിരി വീട് ഇവിടെ അടുത്ത. ഇത് സ്വന്തം സ്ഥലമാണോ അതോ പാട്ടത്തിന് എടുക്കുവോ? സ്വന്തം സ്ഥലം. ഇത്ര ഈ ഒരു ഏരിയ ഉള്ള 10 ഏക്കർ. 10 ഏക്കർ. അവിടെ ബാക്കി എല്ലായിടത്തും എന്താ കൃഷി? അവിടെ എന്താ കൃഷി? അത് സൂര്യകാന്തി, ഓളം, പൂവിടാനൊക്കെ അവിടെ ദൂരം പോണക്കാവും. പറിച്ച് കൊണ്ടുവരണക്ക് കല്യാണം നല്ല ഇല്ലേ. സൂര്യകാന്തി, ചോളം. സൂര്യകാന്തിയും ചോളത്തിന്റെയും തോട്ടമാണ്. അപ്പൊ ഉള്ളി ഉണ്ടാവും. ഇപ്പൊ ഇല്ലേ. ഇത് പറിച്ച് ക്ലോസ് ആയാലും പിന്നെ മഴ ഉള്ളി നടും. ഉള്ളി, സൂര്യകാന്തി, ചോളം, പിന്നെ ചെണ്ടുമല്ലി, പിന്നെന്താ? പിന്നെ ഏതോ ഒരു സാധാരണ കറിക്കിടൂലേ സാധാരണ എല്ലാം ഇടും. അമ്മച്ചിയുടെ കഥകളൊക്കെ കേട്ട് അവിടെ നിന്ന് ഇറങ്ങി. മക്കള് 2 പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഒരു മരുമകള് നമ്മുടെ വയനാട്ടുകാരിയാണ്. ഇവര് കോഴിക്കോട് നിന്ന് വന്നവരാണ്. ഒരു ബസ് നിറയെ ആളുകളുണ്ട്. ഈ ഒരു ആൽമരം കാണുമ്പോൾ ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചിന്തിക്കണ്ട. ആ പ്രത്യേകത നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. അതിമനോഹരമായൊരു ഗ്രാമീണത. കുറേയേറെ നേരം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ സമയമില്ല. എന്ത് വൃത്തിയായി കിടക്കുന്ന സ്ഥലമാണെന്നറിയുമോ? ഒരു പ്ലാസ്റ്റിക് കവറോ മദ്യക്കുപ്പിയോ ഒന്നും തന്നെ കാണാനില്ല. നമ്മുടെ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തിയുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. അതിന്റെ സീസൺ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവസാനിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, ഓൾമോസ്റ്റ് ഈ ഏരിയയിലുള്ള എല്ലായിടത്തെയും സൂര്യകാന്തി തീർന്നിട്ടുണ്ട്. ഇപ്പൊ ചെണ്ടുമല്ലി, വാടാമല്ലി ഒക്കെയാണ് നിലവിലുള്ളത്. ഈ കാണുന്ന സൂര്യകാന്തി മുഴുവനും കരിഞ്ഞുപോയി. ഒരു 2 ആഴ്ച മുന്നേ വരുവായിരുന്നതിൽ കാണായിരുന്നു. എന്നാലും ഫ്രഷ് സൂര്യകാന്തി നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ക്യാബേജ് തോട്ടത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ പച്ചക്കറി ആയിട്ട് നട്ടിട്ടുണ്ടാകും കേട്ടോ. ചോളവും പിന്നെ വാഴ, എല്ലാത്തരം കൃഷികളും തന്നെ ഉണ്ട്. ഈ ഒരു ക്യാബേജ് ഏകദേശം 1 മാസം ആകുമ്പോഴേക്കും വിളവെടുക്കാറാകുന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ഈ ഒരു ഏരിയയിൽ വീടുകളൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. പിന്നെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല.
വെള്ളം നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വാഴയും ചോളവും ഒക്കെ കാണാവേ. ഇതെന്താ സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആരും ഇല്ല കേട്ടോ ഇവിടെ ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കാണുമ്പോൾ വെളുത്തുള്ളി ആണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇത് മഞ്ഞളാണേ. ഈ ഒരു സ്ഥലം എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല, അതുപോലെ മനോഹരമാണ് ഈ കാഴ്ച. ഒരുപക്ഷെ കൃഷിക്കൊക്കെ ആളുകൾ ഇവിടെ നിന്നായിരിക്കും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടാവുക. അവിടെ നിന്നൊരാള് വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇറങ്ങി കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷെ നമ്മുടെ കൊച്ചിന് വെള്ളം കണ്ടാൽ അപ്പ കുളിക്കണം, അതുകൊണ്ട് വണ്ടി നേരെ അങ്ങ് വിട്ടു. മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാല് ഇതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളും കരിമ്പിൻ ജ്യൂസും ചായയും ഒക്കെയായി ഒരു സ്ട്രീറ്റ് ഫുഡ് വൈബൊക്കെ കിട്ടും. നമ്മുടെ കയ്യിൽ ചായ ഉണ്ടായിരുന്നു, കടി ഇവിടുന്ന് അങ്ങ് വാങ്ങി. അതൊരു ഫ്ലോപ്പ് ആയിരുന്നു, എന്നാലും സാരമില്ല. അങ്ങനെ ഞങ്ങളൊരു സൂര്യകാന്തി പാടത്തെത്തി. നമ്മൾ ഈ ഗുണ്ടൽപേട്ട് വഴിയൊക്കെ നടന്നിട്ടാകുമ്പം എല്ലാ പാടങ്ങളിലും തന്നെ സൂര്യകാന്തി ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു, ഉണങ്ങി കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സൈഡിൽ മാത്രം ഒരു ചെറിയൊരു ഭാഗത്ത് സൂര്യകാന്തി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ നട്ടിട്ട് എത്ര നാളായി? 3 മാസമായി അല്ലേ? അല്ല, ബാക്കി എല്ലായിടത്തും കരിഞ്ഞു. നിങ്ങൾ താമസം നട്ടതുകൊണ്ടാ താമസം നട്ടല്ലേ? അപ്പൊ ഇനി ഇത് ഇപ്പൊ തൈ നട്ടത് ഇത് ചെറുതാണ്. തൈയല്ല, വിത്ത് നട്ടത്. ഏകദേശം പൂവാൻ എത്ര മാസം എടുക്കും? 6 മാസം ആകുമ്പോഴത്തേനും പൂ. പിന്നെ ഇത് ഉണങ്ങി വിത്താവും. ആട്ടിക്കാറുണ്ടോ? എന്നെ ആട്ടിക്കുവോ നിങ്ങൾ തന്നെ? അതേ കൊടുക്കും, വിത്തായിട്ട് കൊടുക്കും, ആട്ടിക്കാറുണ്ട് അല്ലേ? വേറെ സ്ഥലത്ത് ഉണ്ടോ? പിന്നെ എന്റെ സ്ഥലത്താണ് ഇത് വേറെ സ്ഥലം. ചെണ്ടുമല്ലി നട്ടില്ല? അതാ ചെണ്ടുമല്ലി പോയിട്ടില്ല, ഉണങ്ങിപ്പോയതാ. അങ്ങനെ നമ്മൾ ചെറുതാണെങ്കിലും സൂര്യകാന്തി പാടവും കണ്ടു കേട്ടോ. പാടാമല്ലി തോട്ടത്തിൽ എത്തിയേക്കുവാണ്. അപ്പൊ നമുക്ക് ഈ ചേട്ടനോട്, ഇതാണ് ഈ കൃഷിയിടത്തിന്റെ ഉടമസ്ഥനാണ് ഈ ചേട്ടൻ. അപ്പൊ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം. പേരിനായിട്ട് ഇവിടെ അടുത്ത വീട്? ഇവിടെ അടുത്താണ്. ഇത് എത്ര നാളായി നട്ടിട്ട്? ഇത് 5 മാസമായി. ഓണത്തിനല്ലേ കേരളത്തിലേക്ക്? അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനെല്ലാം കുറച്ച് ഓണത്തിനൊക്കെ കഴിഞ്ഞു തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? അത് കഴിഞ്ഞിട്ട് വേറെ കൃഷി, പച്ചക്കറി അത് ഇതൊക്കെ ഇടും. പച്ചക്കറി ഇടും. സൂര്യകാന്തി ഒന്നും നട്ടില്ല? സൂര്യകാന്തി നട്ടിരുന്നേ, അത് ശരിക്കും വന്നില്ല. അത് കഴിഞ്ഞു. അത് മഴ കൊണ്ട് ചീഞ്ഞു പോയത്. ചെണ്ടുമല്ലിയോ? അത് ചെണ്ടുമല്ലി ഇപ്പൊ പറഞ്ഞു. പുതിയതുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അതാ ഈ കാണുന്ന പൂക്കളെല്ലാം അടുത്ത ആഴ്ച ആകുമ്പോൾ കേരളത്തിലെ അത്തപ്പൂക്കളത്തിൽ നിറയാനുള്ളതാണ്. പിന്നൊരു കാര്യം, ഇവിടെയൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നതിന് 20 രൂപ വെച്ച് കൊടുക്കണം കേട്ടോ. വലിയ തോട്ടങ്ങളിൽ 50. അതൊരു നഷ്ടമൊന്നുമല്ല, അവരുടെ കഷ്ടപ്പാടാണല്ലോ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ പൂപ്പാടമാണിത്. ഇവിടെയാണ് ഒരുപാട് ആളുകൾ വരുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്